അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടാ. നല്ല മഴ രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് മഴ കുറയുമോ നോക്കിയിട്ട്. അപ്പോൾ മഴ കുറയണ വലിയൊരു അന്തരീക്ഷമൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ വേഗം തന്നെ നമുക്ക് രാവിലെ കഞ്ഞി വയ്ക്കണമല്ലോ, അപ്പോൾ അതിലേക്കൊരു എന്തെങ്കിലും ഒരു തോരൻ വയ്ക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ചീരയായിട്ട് അരിയാൻ തോന്നിയത് നമ്മുടെ പച്ചച്ചീര. കാരണം നമുക്കറിയാം മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചീരയൊക്കെ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് നാശമായി പോവും ചീര. അപ്പം അതുകൊണ്ട് തന്നെ ചീരയോടൊരു ഇഷ്ടം കൂടുതൽ തോന്നി. പിന്നെ മഴേനെ പിന്നെ ആരും ഇഷ്ടപ്പെടാതിരിക്കുക. കാരണം നമുക്കറിയാം ഈ വട്ടത്തെ വേനൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള മഴയാണ്. നമുക്ക് മഴ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മഴയോട് വളരെ ഇഷ്ടം തന്നെയല്ലേ. ഇന്ന് ഞാനുണ്ടല്ലോ രാവിലേക്ക് നമ്മുടെ മുട്ട ചീരത്തോരനാണ് റെഡിയാക്കുന്നത്. അപ്പൊ അതിലേക്ക് നോക്കിയാൽ ഒരു 2 പിടി നാളികേരം ചെരുകി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നോക്കിയാൽ ഒരു 3 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചീനച്ചട്ടി വെച്ചതാ. ചീനച്ചട്ടിക്ക് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കിതാ ഒരു 2 ടീസ്പൂണിന്റെ അവിടേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ നമ്മൾ 2 വറ്റമുളക് നടുമുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കതിരി കറിവേപ്പില. മുളകിന്റെ കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള കനം കുറച്ച് നുറുക്കിയത്. ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സബോള നോക്കിയേ നന്നായിട്ട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട. സബോളയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന ഒരു സമയത്തുണ്ടല്ലോ നമ്മള് അരപ്പുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിട്ടിട്ട് നമ്മുടെ ഈ മുളകിന്റെയും അതേപോലെ തന്നെ നമ്മുടെ നാളികേരത്തിന്റെയൊക്കെ ആ ഒരു വെള്ളം വലിഞ്ഞു വരിക, മുളകിന്റെ ആ ഒരു എന്താ പറയാ കുത്തുണ്ടല്ലോ അതൊക്കെ പോണവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഇട്ട് അതേപോലെ നാളികേരത്തിൻ്റെയും ആ പൊടികളിലേക്കും പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ചീരിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ചെയ്യണേ കേട്ടോ. എപ്പോഴും ചീരല വാട്ടുമ്പോഴേ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി തന്നെ എപ്പോഴും ചീരല വാട്ടിയോളൂ കേട്ടോ. തീ കുറവിൽ വെക്കരുത്. അപ്പൊ വെള്ളം കൂടി കൂടി വരുന്ന പോലെ തോന്നും കണ്ട. ഇപ്പൊ തന്നെ നമ്മുടെ ചീര വെന്തു. ഇത്ര വേവുണ്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ 2 കോഴിമുട്ട ഉടച്ച് വയ്ക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കോഴിമുട്ടയിലേക്ക് ആവേണ്ട പോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തീ കൂട്ടി തന്നെയാണ് നമ്മൾ വെച്ച് നോക്കണേ, എങ്കിൽ മാത്രമാണ് ഉലർന്ന് കിട്ടുള്ളൂ കേട്ടാ. കണ്ട നല്ല ഉലർന്ന് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ നമ്മുടെ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ കഞ്ഞിയിലേക്കായാലും അതേപോലെ തന്നെ ചോറിലേക്കായാലും ഒക്കെ ഒരു സൈഡില് ഒരു കറിയൊക്കെ ആയിട്ട് ചോറിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു.
നമ്മുടെ അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞിട്ടും മഴയ്ക്ക് ഒരു തോർച്ചും ഇല്ല കേട്ടോ. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ ശക്തിയിലല്ല, പക്ഷെ ഇങ്ങനെ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് രാവിലെ നമ്മൾ തവിട് നനച്ചു കൊടുക്കും. പിന്നെ നമ്മൾ എണീറ്റ് വന്ന വഴിക്ക് അവർക്ക് കുറച്ച് ചോളം കൊടുക്കും കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ തീറ്റയും അതായത് തവിടൊക്കെ നനച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് നനച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ എന്താ പറയുക, നമ്മുടെ കൊങ്ങിണിയൊക്കെ ഞാൻ വെട്ടി നിർത്തിയിട്ടാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാ പൂവും കൊഴിയും. അപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ ആയിട്ട് പലപ്പോഴും മഴ കിട്ടാറുണ്ട്. അത് കാരണം ചെടികളിലത്തെ പൂളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാ. പിന്നെ ഞാൻ അതിന് ശേഷം നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോയിട്ടാ. കാരണം നമ്മളിന്ന് മീൻ കറിയാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാങ്ങ പൊട്ടിക്കാന്ന് വെച്ചിട്ട് പോന്നു. അപ്പോഴേക്കൊക്കെ മഴ ഒന്നും കൂടി നന്നായി തോർന്ന് ചെറിയ നൈസായിട്ടുള്ള തുള്ളലുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൂവാണ്ട മാങ്ങ കേട്ടോ. നമ്മുടെ ഈ മാമത്തെ മാങ്ങ നമുക്ക് മുന്നേ ഓർമ്മയുണ്ടാവും, നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മാങ്ങ ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കാൻ കൊടുത്തിട്ട് അതിന് ശേഷം വീണ്ടും നമുക്ക് മാങ്ങ ഉണ്ടായിട്ട് ഇപ്പം നല്ല ചള്ള് നല്ല പച്ച മാങ്ങ നമ്മുടെ മാമ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏത് കാലാവസ്ഥയിൽ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ മൂവാണ്ട് മാമ നമ്മുടെ ആവശ്യത്തിനൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായി കിട്ടാറുണ്ടെന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാങ്ങ പൊടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ പുതിയതായിട്ട് കുറച്ച് തൈകളൊക്കെ നട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും വല്ല ചീച്ചിലോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി വീഴുമ്പോഴേ അവർക്ക് ഒടിച്ചിലോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി. ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും അത്യാവശ്യം നല്ല ഉഷാറിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വഴുതിലിങ്ങ തൈകളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ മഴ പെയ്ത് തുടങ്ങുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് പൂക്കടിയും. അപ്പോൾ ഇലയുടെ അടിയിലെല്ലാം നമ്മൾ മറിച്ച് നോക്കണം, എന്തെങ്കിലും പൂവിൻ്റെ നല്ല ശല്യം ഉണ്ടോയെന്ന്. അപ്പോൾ അതാണ് ഒന്ന് എല്ലാ ചെടികളുടെ ഇലയ്ക്ക് ഒന്ന് അടിയിലൊന്ന് മറിച്ച് നോക്കി, ആർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പയർ നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. എന്താ പറയുക, പയറിന് പൂവിൻ്റെ ടൈമായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ മണ്ടയിൽ നിന്ന് വരുന്നൊരു സംഭവം ഉണ്ടാവുക. പിന്നെ നമ്മുടെ റോഡ് മഴ പെയ്തു തുടങ്ങി ഇങ്ങനെയാണ്. ഇതൊന്നല്ല കേട്ടോ അവസ്ഥ. ഇപ്പോൾ മഴ പെയ്ത് കുറച്ച് നേരം നല്ല തോർച്ചയുള്ള കാരണമാണ് ഇത്ര വെള്ളത്തുമ്പോൾ നിൽക്കണേ. നമ്മുടെ സാധാരണ നല്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും. അതുകൊണ്ടാണ് ചെടികളൊക്കെ എപ്പോഴും ഈ ചട്ടിയിൽ കൂടുതലും വെക്കുന്നത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉരുപിടിച്ച് പോകും. നമ്മുടെ ആ വെള്ളം എല്ലായിടത്തും വെള്ളം കയറിയ ടൈമിൽ ഇവിടെ ഒക്കെ 3 ദിവസം നന്നായിട്ട് വെള്ളം നിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു നമ്മുടെ ഇവിടേക്ക്. അപ്പൊ മാങ്ങ പൊട്ടിച്ചിട്ട് വരുന്നോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും കറിയിലേക്ക് വേപ്പിലയും പച്ചമുളകും ഒക്കെ പൊട്ടിച്ചിട്ട് കയറാന്ന് വെച്ചിട്ടാ. ഇപ്പൊ മഴയ്ക്ക് ഇത്തിരി തോർച്ചയായിട്ടുണ്ട്. ഞാൻ അന്നേരം കൊട എടുത്തിരിക്കുകയാണ്. കാരണം ചെറിയ ചെറിയ തൂളലൊക്കെ ഉണ്ട്, തലയിൽ വെള്ളം നനയണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ നമുക്ക് വേപ്പ് പിന്നെ നമ്മുടെ വീട്ടില് ഇഷ്ടം പോലെയാണല്ലോ. എവിടെ നോക്കിയാലും വേപ്പ് എന്ന് പറയുന്ന പോലെ കേട്ടോ നമ്മുടെ വീട്ടില്. അപ്പൊ എന്നിട്ടാണെങ്കിലേ ഇത് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഒടിയാനായിട്ട് ഇങ്ങനെ ചാഞ്ഞ് നിക്കുക. ഇവിടെ മാത്രല്ല അപ്പുറത്തുള്ള വേപ്പായാലും ഇതേപോലെ ഞാൻ കാണിച്ചു തരാട്ടാ. നല്ല ഇല കൂടുതലുള്ള കാരണേ ഇവര് പെട്ടെന്ന് ഇങ്ങനെ ചായണേ. പിന്നെ ചെത്തിയുടെ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയില്ലേ നോക്കിയേ, എല്ലാവർക്കും നല്ല വെയിറ്റ് ആണ്. വെള്ളത്തിന്റെ വെയിറ്റും ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയണില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാരണം. എന്നാലും നോക്കിയേ, പറയാണ്ട് ഇങ്ങനെ കടന്നു പോകും ഇവരടുത്തുനിന്ന് പോകുമ്പോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ ഒരു ചെത്തിയുടെ കാര്യം, വിരിയുമ്പോ വലിപ്പം കൂടുന്ന് കണ്ടത്. ഇപ്പൊ ഒന്നും കൂടി വലുതായി കണ്ട. പൂവിന് മുട്ട് വിരിയുന്നതിനനുസരിച്ച്
ശരിക്കും എന്റെ തല നനയുന്ന തോന്നണേ. ഇവിടെ കൊടയെ പിടിച്ച് നടക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഓറഞ്ച് ഇപ്പോഴേ ഓറഞ്ച് കൂടുതലായി. അപ്പൊ കൂടുതലാവുമ്പോ എന്നിട്ടാണെങ്കിൽ ഇവരെ കൊമ്പ് റോട്ടിലേക്ക് ഇങ്ങനെ ചായ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കയറ് കെട്ടി വലിച്ച് വെച്ചിട്ടുള്ളത്. കണ്ട ഇവിടത്തെ ഈ വേപ്പും കണ്ട, അതെ ഇത് മറിയാവോന്ന് വെച്ചിട്ട് ഇരിക്കണേ. അതെ അതേപോലെ ചാഞ്ഞിട്ട് നിക്കണേ വേപ്പൊക്കെ. അപ്പൊ ഇനി നമുക്ക് പച്ചമുളക് കൂടി പൊട്ടിച്ചിട്ട് വേഗം കയറടുത്ത മഴ വരുമ്പേക്ക് നമുക്ക് കറി വെക്കണം എന്ന് വെച്ചിട്ടാണ് ഇരിക്കണേ. പിന്നെ നോക്കി ഈ ഒരു പൂവ് ഒരു പ്രത്യേക നീളാട്ടെ ഈ പൂവിനെ കണ്ട. ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഉണ്ടായി കിടക്കണ ഒരു പൂവ്. അത് നീണ്ട് നന്നായിട്ടുണ്ടാവൂട്ടാ. ഇതിനെ ഞാനുണ്ടല്ലോ ഈ ചെടീനെ ഒരു കമ്പിക്ക് ചുറ്റി ഉള്ള ഒരു ടൈപ്പ് എന്തിട്ടേലും ആക്കിയിട്ട് അതുമ്മ കയറ്റി വിടണമെന്ന് വിചാരിച്ചിട്ടുള്ളതാ. അപ്പൊ നമ്മുടെ മനസ്സിൽ കാണുമ്പോ നല്ലൊരു ഐഡിയ ഭംഗി തോന്നുന്നു ഇങ്ങനെ ഉണ്ടായി എടുക്കണ കാണുമ്പോ. നമുക്ക് പച്ചമുളക് പൊട്ടിക്കാം. പന്തലിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് നേരെ നടക്കാൻ പറ്റില്ലേ കൊട പിടിച്ചിട്ട്. ഇത് നമ്മുടെ കൊത്തമ്പര ആയിട്ടായി. കൊത്തമ്പര കാട്ടി തന്നിട്ടില്ലേ, ഇതുവരെ കാട്ടിയിട്ടില്ലേ ഞാന്. നമ്മുടെ വീഡിയോയില് നമ്മുടെ അവിടുത്തെ പറമ്പിലെ കൊത്തമ്പര ചെറിയ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലത്തെ പറമ്പിലത്തെ അത് ഇവർക്ക് വടി വെച്ച് കൊടുത്ത് കെട്ടി കൊടുത്തപ്പോഴേ നല്ല ഹൈറ്റില് പോണ്ട്. ഈ ഇവിടേക്ക് ചെറുതായിട്ട് മുട്ട് വരുന്ന കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മഴ നമുക്ക് അറിയില്ല, മഴയുടെ കാലാവസ്ഥയിൽ ഉണ്ടായി കിട്ടുമെന്നുള്ളത്. ഞാനേ പഴുത്തിട്ടുള്ള മുളകാട്ടാ ഈ വട്ടം കറിയിലിടാൻ വേണ്ടി പൊട്ടിക്കണേ. വന്നപ്പോ കുറച്ച് കൂടുതൽ പൊട്ടിച്ചു പോണ്ട്. കാരണം ഇനി നമുക്ക് വീണ്ടും വേറെ വല്ല കറികളൊക്കെ വെക്കുമ്പോഴേ ആ നേരത്തെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. പിന്നെ ഭയങ്കര പേടിയായിട്ട് ഇപ്പൊ പറമ്പിറങ്ങുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയില് ഞാന് പാമ്പിന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞേ. ഇപ്പൊ ഭയങ്കര എന്താ പറയാ, തീരെ പേടിയിലായിട്ട് പറമ്പിലേക്ക് വന്നിരുന്ന ഞാനിപ്പോ നല്ല പേടിച്ചിട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങണേട്ടാ. ഒരു ദിവസം ഷായട്ടിനെ വരുമ്പോഴേ ഇതിന്റെ ഇടയിലാണ് ഒരാൾ കിടക്കണ്ടായിരുന്നത്. നമുക്ക് പാമ്പിന്റെ ശല്യം കൂടി വരുള്ളൂ ഇനി. കാരണം ഞാൻ പറഞ്ഞില്ല തൊട്ട് തോടാ പോണേ, ആ തോട് നിറഞ്ഞ് നേരെ കയറി നമ്മുടെ അവിടേക്കാ. ഇനി ഈ പറമ്പിൽ വെള്ളം നിൽക്കും. ഇതിപ്പോ മഴ തുടങ്ങിയിട്ടല്ലുള്ളൂ. ഈ പറമ്പിൽ വെള്ളം നിൽക്കുമ്പോ നേരെ കയറി നമ്മുടെ വീടിന്റെ ആ കരയിലേക്ക് തന്നെയാണ്. അത് കാരണം പാമ്പ് എന്തായാലും ഉണ്ടാവും. നമ്മള് നന്നായി ശ്രദ്ധിക്കണം. ഇപ്പോഴേ ചെറിയൊരു തോർച്ചയുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് പയറ് പൊട്ടിക്കാനുണ്ട്. പയറൊന്നും നമുക്ക് ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ചിലപ്പോ ഒരു പിടിച്ച് പൂവും ചെയ്യൂട്ടാ. കണ്ട പയറിന്റെ ചുറ്റും വെള്ളം നിൽക്കണണ്ട. നമ്മള് നല്ലതായിട്ട് മണ്ണൊക്കെ ഇട്ടിട്ടാണ് നമ്മള് പയർ നട്ടു കൊടുത്തതിനും കൂടിയിട്ട് ചിലപ്പോ വെള്ളം നിൽക്കുമ്പോഴേ ഇത് ഓറ് പിടിക്കും. അപ്പൊ പയറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്താനും പറ്റില്ല. അന്നാന്ന് പൊട്ടിച്ചെടുക്കും നമ്മള്. നന്നായിട്ട് പയറുണ്ടാവട്ടെ. നമുക്ക് ദിവസം നമ്മൾ പൊട്ടിക്കാൻ വരും. ദിവസം എല്ലാ ദിവസവും പൊട്ടിക്കാനായാലും നമുക്ക് കിട്ടും. പിന്നെ ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയുണ്ടല്ലോ, ഒരു ചെറിയൊരു തോർച്ച കിട്ടും. അപ്പോഴേക്കും വീണ്ടും മഴ പെയ്യും. ഞാനപ്പൊ ഇന്ന് പയറ് പൊട്ടിക്കാൻ പറ്റുന്ന വിചാരിച്ചതല്ല. കാരണം ഇന്നത്തെ രാവിലത്തെ അന്തരീക്ഷം കണ്ടപ്പോ നല്ലൊരു മഴ തന്നെയായിരുന്നു. ഞാൻ വെച്ച് പയറൊന്നും പൊട്ടിക്കേണ്ട വരില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഈ തോർച്ച കിട്ടിയ കാരണം പിന്നെ വേഗം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റി. പക്ഷെ ഇപ്പോഴും തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ തൂളിലുണ്ട്. ചിലപ്പോ ഇടയിൽ ഓടേണ്ടി വരും മഴ കിട്ടിയിട്ട്. ഷായേട്ടനാണെങ്കിൽ എന്നോട് തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ ഒന്നും പൊട്ടിക്കണ്ടെന്നാണ് ഓർഡർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ പയർ നിൽക്കണ കാണുമ്പോഴേ തോന്നണില്ല അങ്ങനെ നിർത്തിയിട്ട് അവിടെ നിൽക്കാനായിട്ട്. ഷായേട്ടനാണെങ്കിൽ എന്താ പറയാ ഒഴിവൂല്ല.
എന്തായാലും നമ്മളിതാ ഒരു കൊട്ട പയറ് പൊട്ടിച്ചെടുത്തുട്ടാ. ഇനിയിപ്പോ നിക്കണില്ല, മഴയുടെ തൂളില് കനം കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോവാം. നമ്മൾ പറഞ്ഞോളൂ ഇത് മീൻകറിയാണ് വെക്കണേന്നുള്ളത്. അപ്പൊ നമ്മള് ചാളക്കറി ആയിട്ടാ വെക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് പറയുന്നത് ഒരു 3/4 കിലോന്റെ അവിടേക്കുള്ള ചാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചാളക്കറിയിലേക്ക് നമ്മൾ നാളികേരം അരച്ചാണ് വെക്കുന്നത്. അപ്പൊ ഒരു 1/4 മുറി നാളികേരമായിട്ട് നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ല വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്ത് ആദ്യം കൊണ്ടിട്ടേട്ടാ. ഞാനുണ്ടല്ലോ ഈ വെക്കുന്ന മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ അമ്മമാരൊക്കെ ഞാൻ വെക്കുന്ന കണ്ടിട്ടുള്ള ഒരു കറി കേട്ടാ. പെട്ടെന്ന് തന്നെ അവർ ഈ മീൻകറി വെച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് എല്ലാം നേരിട്ടിട്ട് വെച്ച് എന്താ പറയാ എടുക്കണ ഒരു പരിപാടിയായിട്ട് ഈ മീൻകറി. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നോക്കിയേ ചാള. പിന്നെ നമ്മുടെ മാങ്ങ നോക്കി ഞാൻ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് എടുത്തോളാം. ഇപ്പൊ മഴ തുടങ്ങിയ കാരണം മാങ്ങയുടെ പുളി കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും അതിലത്തെ ഒരു പൂളൊഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആ മാങ്ങ ഇട്ട് കൊടുക്കണു. പിന്നെ നമ്മൾ നോക്കിയേ കറിവേപ്പില, പിന്നെ മുളക്, ഉള്ളി ചതച്ചത്, ഇഞ്ചി കഷ്ണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ്. അപ്പൊ ചെറുതാക്കി നുറുക്കി ഇതാക്കുകയാണെങ്കിൽ ഇത് ഒരു 3 ടീസ്പൂൺ എടുപ്പിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമുക്ക് അതിലേക്ക് പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. 1 2 ടീസ്പൂൺ മുളക് പൊടി, 1 2 3 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമ്മൾ എനിക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി നോക്കിയേ ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാട്ടാ. ഇതേപോലെ നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് മസാലകൾ നമ്മുടെ മീനിന്റെ എല്ലാവർത്തേക്കും ആവേണ്ട രീതിയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് നമ്മുടെ അരച്ചു കൊണ്ടുവന്ന നാളികേരം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് കഴുകി ഒഴിക്കാം. എന്നിട്ട് നോക്കിയേ മീൻ കഷ്ണം നന്നായിട്ട് ചാറില് മുങ്ങി കിടക്കേണ്ട രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. കണ്ട ഇങ്ങനെ ചാറില് കിടന്ന് ഓടണം നമ്മുടെ മീൻ. ആ രീതിയിൽ നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ മീൻ ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടാ. നന്നായിട്ട് തിളച്ച് വരുമ്പോ നമുക്കൊന്ന് പതുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കറി നോക്കിയേ തിളച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിത് തുറന്ന് ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഞാനുണ്ടല്ലോ നന്നായി തിളച്ച് കഴിഞ്ഞ കാരണം ഇനി ഞാൻ മൂടി വെക്കണില്ല കേട്ടാ. ഇത്തിരി തീ കുറവിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണ് ഇനി നമ്മള് ആക്കിയെടുക്കണത്. അപ്പൊ ഞാൻ തിളച്ച സമയത്ത് ഒരു 5 മിനിറ്റ് നേരം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചിട്ട് തന്നെ. നമ്മുടെ മീൻ കറി ഇതാ പറയാ തുറന്നല്ല നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. തുറന്നൊക്കെ വെക്കുമ്പോൾ നോക്കി ചെറുതായിട്ട് കണ്ടു ചെറുതായിട്ട് ഒരു എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പൊ നമ്മുടെ ചാറൊക്കെ അത്യാവശ്യത്തിന് ഒരു കട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഇനി നമുക്കിത് താളിക്കണം. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനിച്ചട്ടി വെച്ച് നോക്കി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കിയ ചോന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്ത് നോക്കാട്ടാ. അപ്പൊ ഉള്ളിലേക്കും കാച്ചുമ്പോ മീൻകറിയിലേക്ക് ഇത്തിരി ഉള്ളി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടാറുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ഇപ്പൊ ഒരു 8-9 ഉള്ളി അവിടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അത് ഇട്ട് കൊടുക്കാം.
ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചോന്ന കളർ പോലെ വരും. അതുവരെ നമുക്ക് ആക്കി കൊടുക്കണം. കാരണം ഉള്ളിലേക്ക് നമ്മൾ മൂപ്പിക്കില്ലേ, ആ ഒരു കളർ കേട്ടാ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഉള്ളി നോക്കിയാ ഇതേപോലെ ഒരു കളറായിട്ട് വന്നു. ആ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നോക്കിയാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇല്ല, ഒരു 2 നുള്ളെന്ന് പറയുന്ന പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ കറി കണ്ട നല്ലൊരു കളറായിട്ട് ഇരിക്കുന്നില്ലേ. ചാറൊക്കെ നല്ല അത്യാവശ്യത്തിന് കട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഒപ്പം തന്നെ ഇതിന് കുറച്ച് ചാറെടുത്തിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കിയേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടാ. ഇങ്ങനൊന്ന് ചുറ്റിച്ച് കൊടുത്തോളോ താളിച്ച് കഴിഞ്ഞാ. അപ്പൊ മീൻകറി റെഡിയായി. ഇനി ഞാൻ ടേസ്റ്റ് വേണ്ടി ചായനെ വിളിച്ചിട്ട് തരാം കേട്ടാ. കണ്ടപ്പോ അത്യാവശ്യം കട്ടിയായിട്ട് നമ്മുടെ ചാറിനെ ചട്ടിയിൽ വെക്കുമ്പോ അങ്ങനെ ഒരു ഗുണമുണ്ട്. ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാ ഇത്. അടിപൊളി കറി കേട്ടാ അത്. ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയത് ശരിക്കും ഒരു കട്ടക്കാപ്പി ആയാലും കുഴപ്പമില്ല. എന്നാലും ഇത് അടിപൊളിയാ കഴിക്കാൻ. മഴയത്ത് ചാളയും ചപ്പാത്തിയും. അപ്പൊ എല്ലാവരും നോക്കിയോളുന്നത്. ഇന്ന് പിന്നെ ഞാനേ ഒരു ചപ്പാത്തി എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ബൈ പറയുന്നില്ല. എന്നുവെച്ചാ ഒരു ചക്ക കട്ട് ചെയ്യാണ്ട് പഴുത്തത്. അപ്പൊ അതിനാണ് പ്രാധാന്യം. ഇത് നമുക്ക് നാളെയും ആക്കാൻ പറ്റും. ചക്ക ചിലപ്പോ കിട്ടില്ല. നമ്മുടെ ഈ ചക്ക നമ്മൾ കഴിഞ്ഞ വീഡിയോയില് വിയറ്റ്നാമേല് ഒരു തൈ വെച്ചിട്ട് പിന്നത്തെ വർഷം തന്നെ ചക്ക ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയാ മുറിച്ചെടുക്കുന്നത് കാട്ടിയില്ലായിരുന്നു ചക്ക ഇടുന്നത്. ആ ചക്കയാണ് കേട്ടോ. അപ്പൊ ഞാന് വിയറ്റ്നാമേല് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ മേടിച്ച് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പഴുത്തിട്ട് ഈ പ്രാമത്ത് ചക്ക എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത് മുറിച്ചിട്ട് എല്ലാവർക്കും കാട്ടി തരാന്ന് പറഞ്ഞത്. പഴുത്ത് കഴിഞ്ഞാ നോക്കിയേ കളറ് പ്രത്യേക കളറാണ് കേട്ടാ. നോക്കിയല്ലേ ഷൈട്ടാ, നല്ല ഓറഞ്ച് കളറ് കണ്ടാ. ഞാൻ മധുരൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന്റെ നമ്മളും കഴിച്ചിട്ടില്ല. നോക്കിയോടെ മറ്റേ അതിന്റെ പഴില്ല അതൊന്നും കൂടി കളറുണ്ടായിരുന്നു. പക്ഷെ അത് നന്നായി പഴുക്കുമ്പോഴായിരുന്നു അല്ലേ അത്രക്ക് അതെ അതേപോലെ തന്നെ അത് നന്നായി പഴുക്കുമ്പോ നമുക്ക് ഈ മടല് വരെ ശരിക്കും നല്ല കളറായിരുന്നു അതാണ് പഴുക്കുമ്പോ. അപ്പൊ വിയറ്റ്നാം വേണ്ടി ധൈര്യമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ മേടിച്ചു വെക്കാട്ടാ. നമ്മള് 2 പ്ലാവുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്ക ഉണ്ടായി കിട്ടി. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പൊറ്റാൻ മറന്നു. കഴിഞ്ഞാവും. അയ്യോ കൂടിപ്പോയി, കുറച്ച് കൂടിപ്പോയി. ഇതവിടെ നീക്കിക്കല്ലേ ചേട്ടാ. ഷായേട്ടന് എന്തായാലും നല്ല ഇഷ്ടായി. നമ്മളതുകൊണ്ടാണ് ശരിക്കും ചപ്പാത്തിയും മീൻകറിയും കൂടുതൽ കഴിക്കാൻ ഇതുള്ളത് കൊണ്ട്. അധികം മുളഞ്ഞാനൊന്നുമില്ല കേട്ടാ. നമ്മളെ ഇങ്ങനെ ആക്കിട്ട്
നമ്മൾ തന്നെ പറിച്ചു തിന്നുമ്പോഴേ പഴയ കാലഘട്ടത്തിലേക്ക് പോകും. അതാണ്. പച്ചത്തിനടിക്കും. അടിപൊളി. ഭയങ്കര ടേസ്റ്റുള്ള ചക്കയാട്ടോ. അപ്പൊ എനിക്കിത് എല്ലാവർക്കും കാണിച്ചു തരണമെന്നുണ്ടായിരുന്നല്ലോ. കാരണം ഇപ്പൊ 2 വിയറ്റ്നാം വേളി നമ്മുടെ വീട്ടിലുണ്ട്. അതുമ്പോ 2ന് നമുക്ക് ചക്ക ഉണ്ടായത് നല്ല വലിപ്പുള്ള ചൊളയും കൂടിയല്ലേ ഷൈറ്റാ? നീളുണ്ട്. നീളുണ്ട് ചൊളക്കിട്ടാ. അടിപൊളിയാ. അപ്പൊ ഞങ്ങള് ഒരുവിധം കാര്യമായിട്ടേ പോവുള്ളൂ. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.